ഹലോ അസ്സലാമു അലൈക്കും. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ഒരു ഡേ വ്ളോഗാണല്ലേ. കാര്യമായിട്ടൊന്നുമില്ല, എല്ലാവർക്കും ക്ലാസ് ഉണ്ട്, പോകാണ്ട് അങ്ങനെയൊക്കെയാണ്. ഉമ്മാക്ക് ആശാവർക്കറാണ്, ഫീൽഡ് വിസിറ്റ് ആണ് ഉമ്മാക്ക്. പിന്നെ മുക്ക് പോവാണ്ട്, എനിക്ക് പോവാണ്ട്, ഐസുക്ക് പോവാണ്ട്, പിന്നെ ഇപ്പ അഫ്ലും കാക്കിയൊക്കെ ഉണ്ടാവും അല്ലേ, പെണ്ണുങ്ങളൊക്കെ പോകും ഞങ്ങൾ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ഇന്നലെ അരച്ചീനു, അപ്പോൾ ദോശയാണെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചായക്ക് വേഗം വെള്ളം വെച്ചു. പോകാനുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 9 മണിയാകുമ്പോഴത്തേന് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാതും കഴിച്ചിട്ട് വേണം പോകാൻ. ദോശൻ്റെ കൂടെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ഞാൻ അപ്പം തന്നെ ചോറിനുള്ള അരിയും കൂടെ അടുപ്പത്ത് വെക്കും കേട്ടോ. ഫെമി അപ്പോഴേക്കും ദോശ ചുടാനുള്ള ഒരുക്കത്തിലാണ്. ദോശക്കുള്ള മാവ് ഞാൻ മിനിയാന്ന് രാവിലെ വെള്ളത്തിലിട്ടീന് കേട്ടോ, അന്ന് അരക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് പറ്റിയില്ല, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു. പിന്നെ ഇന്നലെയാണ് അരച്ചത്. അപ്പോൾ നോക്കുമ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ തണുപ്പൊക്കെ ആയിട്ടാവും, വല്ലാതെ കണ്ട് പൊങ്ങിയിട്ടില്ല. ഫെമി ദോശ ചുടാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ ദോശയ്ക്ക് ആദ്യം മസാല ദോശ ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ രാവിലെ നീച്ച് നോക്കുമ്പോൾ കിഴങ്ങ് കഴിഞ്ഞിക്കണു. അതാണ് പിന്നെ ചട്നി ആക്കാമെന്ന് വിചാരിച്ചത്. ഫെമി ദോശ ചുടുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ ചട്നിക്കുള്ള തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ തേങ്ങ പൊളിച്ചിട്ട് അതൊക്കെ ഒന്ന് ചിരകിയെടുത്തു. ഉച്ചക്കൊക്കെ കറിയായിട്ട് ചക്കക്കുരുവാണ് കേട്ടോ വെക്കണത്. ഞങ്ങളിവിടെ എങ്ങനെയാണ് വെക്കൽ, ചക്കക്കുരു തൊലി കളയാതെ കുക്കറിലിട്ട് കുറച്ചധികം വിസിലടിപ്പിക്കും. അപ്പോൾ തോല് നമുക്ക് പെട്ടെന്ന് പോന്ന് കിട്ടും. പിന്നെ അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുക. ഫെമി പിന്നെ അടിച്ചേരി തുടക്കാൻ പോയി. ഞാനപ്പോഴത്തേക്കും ഉപ്പേരിക്കുള്ളൊക്കെ സെറ്റാക്കാൻ നിന്നു. ഈ കിഴങ്ങ് ഇടുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, 2 കിഴങ്ങുണ്ടേനു, അതുകൊണ്ട് എന്തായാലും മസാലക്ക് തേയില്ല. അപ്പം ഞാൻ പിന്നെ ഓൽക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് കിഴങ്ങ് പൊരിക്കാന്ന് വിചാരിച്ചു. കുക്കറിലുള്ളത് ചക്കക്കുരുവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൊലി കളയാതെ പുഴുങ്ങലാണ്, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഉമ്മ മുറ്റടിച്ചെരി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട് ഉമ്മാനെ വീഡിയോയിൽ കാണലില്ലല്ലോ എന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഉമ്മ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പം തട്ടൊക്കെ ചുറ്റി അങ്ങനെയൊക്കെ അല്ലേ ഇരിക്കുക. അപ്പം ഉമ്മക്ക് അങ്ങനെ വരാനൊരു മടിയാണ്. നമ്മൾ ഷോളൊക്കെ ഇട്ട് നിൽക്കാനും ഉമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ വരാത്തത്. അപ്പോൾ ഏതായാലും ഞാൻ ഉപ്പേരിയൊക്കെ ഒരുപാട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്കായാലും ഫെമിക്കായാലും ക്യാരറ്റ് ഉപ്പേരി ആണെങ്കിലും എന്തുപ്പേരി ആണെങ്കിലും തേങ്ങ ഇട്ടിട്ട് വെക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ കിഴങ്ങ് പൊരിക്കണം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ദോശ ആയിട്ടുള്ളൂ, ചട്നി ആയിട്ടില്ലേനു. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചട്നിയും കൂടെ ഉണ്ടാക്കി. 3 അടുപ്പുള്ളതുകൊണ്ട് സുഖമാണ് കേട്ടോ. രാവിലെ നേരത്തെ ഫുഡാണെന്നുള്ളവർക്കൊക്കെ ഈ 3 അടുപ്പും ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഏതായാലും ക്യാരറ്റ് ഉപ്പേരിയും കിഴങ്ങ് പൊരിച്ചതും ചട്നിയും എല്ലാതും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും ഫെമി കുളിച്ച് മാറ്റി വന്നു കേട്ടോ. ഫെമിക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് പോകണം. ഇപ്പോൾ ബൈക്കിലാണ് കേട്ടോ പോവൽ. പക്ഷേ ഇന്ന് നല്ല മഴ ഉണ്ട് പുറത്ത്, അതുകൊണ്ട് തന്നെ അഫ്ലു ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓല് രണ്ടാളും പെട്ടെന്ന് തന്നെ ചായ എടുക്കുന്നുണ്ട്. ഇമ്മ പിന്നെ ഫെമിക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞേരെ ഫെമി ക്ലാസ്സിന് പോയി. അപ്പൊ മഴ കാരണം ഞാൻ കൊണ്ടാക്കേണ്ടി വന്നു, ചുരുക്കി പറഞ്ഞ അതാണ്. അതെ, ആഫീസ് പറഞ്ഞു കൊണ്ടാക്കാം അല്ലേ. കൊണ്ടാക്കി വരാം. പിന്നെ നമുക്ക് ഇന്ന് 2 പണിക്കാരുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് മുന്നേ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങിനി ഇവിടെ അടുത്ത് തന്നെ. കുറച്ചായി വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ അതിര് പടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 സൈഡിലും വാങ്ങിയ ടീം പടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതൊന്ന് പടുക്കാൻ വേണ്ടിയിട്ടാണ്. ആശി ഓൽക്കുള്ള ഫുഡ് ആയിട്ട് പോവുകയാണ്. ആശി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, ഞാൻ അറിയാത്തവർക്കാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഐസോണിലെ ലഞ്ചും കൂടി പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഞാൻ പോവില്ല, സ്കൂൾക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. രാവിലെ കണ്ണ് തുറന്നാൽ തന്നെ പറയണത് ഞാൻ ഇന്ന് ക്ലാസ്സിന് പോവില്ല എന്നാണ്. ഭയങ്കര മടിയാണ് പോവാൻ. പക്ഷേ വണ്ടി വന്നു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്. അതുവരേക്കും ഇങ്ങനെ പടിയോണ്ട് നിൽക്കും. വൈകുന്നേരം വന്നിട്ടേ എന്താ വണ്ടിയെ ഞാനല്ല അജ്ജ വിളിച്ചോണ്ടേ, ഇജ്ജല്ലേ കുക്കൂക്കോണ്. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين واهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم الله. അങ്ങനെ ഏതായാലും കുറേ യുദ്ധത്തിനൊടുവിൽ ഓനക്ക് ക്ലാസ്സിന് പോകാനുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ഒറ്റയ്ക്ക് തന്നെ സെറ്റായിക്കോളും. അങ്ങനെ ഐസ് ക്ലാസ്സിന് പോയി. പിന്നെ ഇന്ന് ഉമ്മാക്ക് പോവാണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഉമ്മയും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഉമ്മാക്ക് ഇന്ന് ഫീൽഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ബ്രസീൽ ജയിച്ച ആഹ്ലാദത്തിൽ ജേഴ്സി ഒക്കെ ഇട്ട് ആർമാദിക്കുന്നു. ജേഴ്സി ഇട്ട് ആർമാദിക്കുന്നു. അങ്ങനെ ഉമ്മയും പോവാനിറങ്ങി. ഇപ്പം നാട്ടിൽ വന്നേരെ ഉമ്മാനാക്കലും ഇന്നാക്കലും ഒക്കെ ആശയാണ്. അങ്ങനെ ഏതായാലും ഓരും പോയി. നമുക്ക് തിരിച്ച് കിച്ചണിക്ക് തന്നെ വരാം.
കിച്ചൺ ആകെ അലമ്പായി കിടക്കുകയാണ്. നമുക്കിത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. പിന്നെ ചക്കക്കുരു കറി ഞാൻ ഐസുവിനെ മാറ്റിക്കണ നേരം കൊണ്ട് തന്നെ ഉമ്മ സെറ്റാക്കി വെച്ചിന് കേട്ടോ. അവിടെ പിന്നെ ആ പണിയില്ലേനു. പിന്നെ എല്ലായിടത്തും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തിട്ട് ക്ലീനാക്കി ഞാൻ അടിച്ചൊരി തുടക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെത് കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടാണ്ട് പോവാതി, പിന്നെ വന്നിട്ട് ആറിയിട്ടാൽ മതിയല്ലോ. അപ്പം ക്ലാസ്സിന് പോലെ അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന അക്കാദമി, ഐസാറ്റ് അക്കാദമി. അക്കൗണ്ടിങ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുഴുവനായിട്ടൊന്നും ഇരിക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഉച്ചക്കാവുമ്പോഴത്തിന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ആശി നാട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴല്ലേ നമുക്ക് കൂടെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇരിക്കലില്ല, ഈവനിങ് വരെ ഇരിക്കലില്ല. ഇരിക്കാമെന്ന് വിചാരിച്ച് പോയാലും ചിലപ്പോൾ ഉച്ചക്ക് ആശി വിളിച്ചിട്ട് ഇനി മതി, ഇനി നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ടോ കേട്ടോ. ഞങ്ങളെ ക്ലാസ്സിലെ ബുജ്ജിയാണ് ബുജ്ജി. പിന്നൊരു 1:30 ആയപ്പം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ഉച്ചക്ക് ലഞ്ച് വീട്ടിൽ പോയിട്ട് കഴിക്കാതിരുതി. ആശയും കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒപ്പം പോയിട്ട് കഴിക്കാതിരുതി. പിന്നെ പോണ വഴിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേനു ഒരു പ്ലോട്ട് വാങ്ങിന്, അതാണിട്ടത്. അവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴും. ഓലും ഇപ്പോൾ പോവും, പണിക്കാർ ഉച്ച വരെ ഉള്ളൂ. അങ്ങനെ ഏതായാലും നമ്മൾ വീട്ടിലെത്തി. ഇനി എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണാണില്ലേനു. പിന്നെ ഞാനും ആശയും കൂടി പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ചു. വീട്ടിൽ വേറെ ആരും ഇല്ലേനു, ഉപ്പ് എത്തിയിട്ടില്ല, ആഫിലൊന്നും ഇല്ലേ കേട്ടോ വീട്ടിൽ. അപ്പോൾ പിന്നെ ഞാനും ആശയും കൂടെ കഴിച്ചു. അപ്പം ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നു. ഐസിൻ്റെ ക്ലാസ് കഴിയാനായിട്ടുണ്ട്. ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. ഫെമി ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഫെമി നഫിലാണ് കൊണ്ടുവരാൻ പോയത്, അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തിക്കാരം. അല്ലെങ്കിൽ ഫെമി ലേറ്റ് ആകുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാം. അപ്പം ഞാൻ അവന് പഴം ഗീയിൽ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈവനിങ് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ കേട്ടോ. അനിയത്തിയും ഹസ്ബൻഡും വരുന്നുണ്ട് കാരണം വെച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഇജും പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ സ്കൂൾ ഇട്ടിട്ട് ഫുഡ് കൊടുത്തിട്ട് നേരെ പോകാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ആശിനോട് ഇന്ന ആദ്യം ആക്കി തരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ നൈറ്റ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളവിടെ ഇറക്കിയിട്ടിട്ട് ആശി തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാമല്ലോ. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ ഏതായാലും ഐസ് ക്ലാസ് കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഓനക്ക് ചായ കൊടുത്തിട്ട് മാറ്റിയിട്ട് ഒഴുകൂർക്ക് പോകണം. ഒഴുകൂരാണ് കേട്ടോ എൻ്റെ വീട്. അപ്പം അങ്ങോട്ട് പോകണം. പോണേ. ഹലോ, ഞാൻ നമുക്ക് അടുക്കളേക്ക് മഴ ഉണ്ട്. പിന്നെ ആശി കൊണ്ടുവരുന്ന ചിക്കൻ, ഇത് ആശിക്ക് ബ്രസീൽ ജയിച്ചതിൻ്റെ വക എന്തോ ബെറ്റിൽ കിട്ടിയതാട്ടോ. അങ്ങനെ അത് വേഗം ഫ്രീസറിൽ വെച്ചു. നമുക്കിനി നാളെ എടുക്കാമല്ലോ. പിന്നെ ഞങ്ങൾ വേഗം മാറ്റി ഒഴുകൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ വീട്. അങ്ങനെ വൈകുന്നേരമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അനിയത്തിനെ കുറച്ച് മുന്നേ തന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ആക്കി പോയി കേട്ടോ. പോലെ അവിടെ ഉണ്ടേനു. പിന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അങ്ങനെ സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തി. എല്ലാവരും ചോദിച്ചേനു അനിയത്തിയുടെ കാണിക്കലില്ലല്ലോ എന്നൊക്കെ. ഇതാണ് അനിയത്തി. അനിയനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മോനോ മോനോ എടാ അന്നെ കാണിച്ചു കൊടുക്കാൻ. അന്നേ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഓ ഐസ്ക്രീം ഊരിക്കണ തിരക്കില്ല. ഇങ്ങോട്ട് വാണി. അതെ പേര് കൊടുക്കേ. എത്രയില്ല? പിന്നെ അവിടെ മൂത്തമ്മയുണ്ട്. ഇങ്ങോട്ട് വരണ്ട. മൂത്തമ്മ മാറ്റിയാണ്. അപ്പൊ ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം. പേര് മാസിൻ അർഷി. അല്ല അമ്മച്ചിന് വരുന്നോ? ഇപ്പച്ചിന്റെ പേരെന്താ? അമ്പർ സാദിക്ക്.
അനിയത്തിൻ്റെ മോനാണ് കേട്ടോ അത് നേരത്തെ കണ്ടത്. ഇപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് ഈ വരുന്നത്. അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കണ പേര് ബാവ എന്നാണ്, അനിയത്തിനെ വിളിക്കണ പേര് പൂമോൾ എന്നാണ് കേട്ടോ. ബാവ വന്നേ പാട് പിന്നെ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിനി. ആശി ഉണ്ടായിനി അവിടുന്ന്. പിന്നെ രണ്ടാളും കൂടി നിസ്കാരം കഴിഞ്ഞിട്ട് ഒപ്പളാണ് കേട്ടോ വന്നത്. അങ്ങനെ രണ്ടാളും കൂടെ അകത്ത് കയറി കുറേ നേരം ഒരു അങ്ങനെ പുറത്ത് സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഞങ്ങളിവിടെ ഫുഡൊക്കെ സെറ്റാക്കി എടുത്തു. ഫുഡ് ചിക്കൻ ബിരിയാണിയും പിന്നെ ചെമ്മീൻ റോസ്റ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വരവുണ്ടായത് തന്നെ എങ്ങനെയാ വെച്ചാൽ ഐസ് 2-3 ദിവസം മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അമ്മച്ചി ആടിനെ വാങ്ങി. അപ്പോൾ ആട് പ്രസവിച്ചപ്പോൾ 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കാണാൻ ഭയങ്കര പൂതിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് വൈകുന്നേരം വന്നിട്ട് ആടിനെ കാണാൻ പോകട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് അമ്മച്ചിൻ്റെ ആടാണ് കേട്ടോ. 3 കുട്ടികളുണ്ട്. ആടിനെ കൈ കിട്ടിയപ്പോൾ മുതൽ അതിനെ നിലത്ത് വെക്കണില്ല കേട്ടോ. അതിനെ കൊണ്ട് നടക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണെങ്കിൽ അങ്ങനെ ഓരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ടൈം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.